എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സാൻസ്ക്രിറ്റിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 പഠന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പഠന പ്രവർത്തനാനി പാഠം സമ്യക് പഠിത്വാ ഭാവലയാനുസാരം ചമ്പു പ്രഭാഷണം കരോതു എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പം പാഠം സമ്യക് പഠിത്വ നന്നായി പഠിച്ചിട്ട് ഭാവലയം അനുസരിച്ചിട്ട് ഒരു ചമ്പു പ്രഭാഷണം ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പാഠഭാഗാത് വിശേഷണ വിശേഷ്യാണി വിവിച്യ ലിഖിതു. പാഠഭാഗത്ത് നിന്ന് വിശേഷങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതൂ എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചതാണ്, അത് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാതൃവാത്സല്യ പീയൂഷവർണ്ണനേന സഹ ഗൃഹനായിക യുവതി പ്രതി കൃതം സംഭാഷണം സംഭവ്യ ലഘതു. അപ്പം മാതൃവാത്സല്യം കൊണ്ട് അമൃത് വർഷിക്കുന്നതായ ഗൃഹനായികയും യുവതിയും തമ്മിലുള്ള സംഭാഷണം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. പാഠസ്ഥാനം സംബോധന രൂപാനി സംബോധന രൂപങ്ങൾ എടുത്ത് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് അതിൽ സംബോധന രൂപങ്ങളെന്ന് പറയുന്നത്? ഭോജന, ഭോജാതെ എന്നുള്ളവയാണ് സംബോധന രൂപങ്ങൾ. അടുത്തത് നോക്കൂ. കോഷ്ടകാത് സമാനാർത്ഥക പദം ചിത്വാ പൂരയിതു. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് സമാനാർത്ഥക പദം തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചതാണ്, അത് ഇതിലേക്ക് എഴുതി വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 4 പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് നൽകുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ വീഡിയോസും ഷോർട്സും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.